നമ്മുടെ കർത്താവിശ്വകൃപയും പിതാവായ ദൈവത്തിന്റെ സ്നേഹവും പരിശുദ്ധാത്മാവിന്റെ സഹവാസവും നമ്മൾ എല്ലാവരും കൂടെ ഉണ്ടായിരിക്കട്ടെ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. പ്രദർശനമായി നമ്മളിവിടെ എത്തി, അവസാന ആശീർവാദവും കഴിഞ്ഞു. നമ്മുടെ മക്കള് നമുക്ക് വേണ്ടി ചെറിയൊരു പ്രോഗ്രാം അറേഞ്ച് ചെയ്തിട്ടുണ്ട്. അവർ 6 പേരും കൂടി ഒരു കഥാപുസ്തകം പറയാൻ പോവുകയാണ്. ഓക്കെ, അപ്പൊ അവരെ പ്രത്യേകമായി നിങ്ങൾ പ്രോത്സാഹിപ്പിക്കണം, അവർക്ക് വേണ്ടി കൈയടിക്കണം. ഓക്കെ, നാട്ടിലൊക്കെ പെരുന്നാൾ കഴിഞ്ഞ് വലിയൊരു പ്രോഗ്രാം ഉണ്ടാകും അല്ലെ, നാടകം, അങ്ങനെ കഥാപ്രസംഗം. ആ സമയത്ത് എല്ലാവരും കൂക്കി വിളിച്ച് എല്ലാരും കൈയടിച്ച് ഒരു സന്തോഷത്തോടെയുള്ള ഒരു പ്രോഗ്രാം ആയിരിക്കും. അതുപോലെ നമ്മൾ ഇവിടെ ചെറിയൊരു പ്രോഗ്രാം നടത്താൻ പോവുകയാണ്. അപ്പം നമ്മുടെ കുട്ടികളെ പ്രത്യേകമായി സ്റ്റേജിലേക്ക് സ്വാഗതം ചെയ്യുന്നു. നല്ല കൈയടിയോടുകൂടി നമുക്ക് അവരെ സ്വാഗതം ചെയ്യാം. കുറവാണ്, ഞാൻ സ്കൂളിൽ പിള്ളേരോട് പറയുന്ന പോലെ ആയിരുന്നു, കുറച്ച് കുറവാണ് കൈയടിയൊക്കെ. മാതാപിള്ളേരും കൂടെ അവർ വരുന്നതായിരിക്കും കഴിഞ്ഞിട്ട് അല്ലെ, അവർ വരുന്ന പറഞ്ഞു കഴിയുമ്പോൾ അപ്പൊ നമുക്ക് തുടങ്ങാം. പ്രിയപ്പെട്ട മാതാപിതാക്കളെ, കൂട്ടുകാരെ, നിങ്ങൾക്ക് ഏവർക്കും ഞങ്ങളുടെ അഭിവാദനങ്ങൾ. നിങ്ങൾ ഏവരുടെയും ആശീർവാദ അനുഗ്രഹത്തോടെ ഞങ്ങൾ കഥ ഇവിടെ ആരംഭിക്കുകയാണ്. അതൊരു പള്ളിയുടെ മഞ്ഞനാഥമല്ലേ? അവിടെ എന്തൊരു ചടങ്ങ് നടക്കുന്നുവെന്ന് തോന്നുന്നു. ശരിയൊരു ആൾക്കൂട്ടം. അതെ, അതൊരു സന്യാസിനിയുടെ ശവസംസ്കാര ചടങ്ങാണ്. മാലാഖയെ പോലെ കിടക്കുന്ന ഒരു സന്യാസിനി. നിങ്ങൾക്ക് അറിയണ്ടേ? അതെ, ഞങ്ങളിവിടെ അവതരിപ്പിക്കുന്ന കഥയുടെ പേരാണ് കഥയല്ല, ജീവചരിത്രമാണ്. ഇത് നടന്നത് പട്ടയവുമല്ല, ദൈവത്തിന്റെ സ്വന്തം നാടായ നമ്മുടെ കൊച്ചി മാമലകൾക്കപ്പുറത്ത് മരതക പട്ടുടത്ത് മലയാളം എന്നൊരു നാടുണ്ട്, കേരളം എന്നൊരു നാടുണ്ട്. മാമലകൾക്കപ്പുറത്ത് മരതക പട്ടുടത്ത് മലയാളം എന്നൊരു നാടുണ്ട്, അതിൽ കുടമാളൂർ എന്നൊരു ഗ്രാമമുണ്ട്. ആ മനോഹര ഗ്രാമത്തിൽ അറിയപ്പെടുന്ന ഒരു കുടുംബമാണ് മുട്ടത്തുപാടം. ആ കുടുംബത്തിൽ 1910 ഓഗസ്റ്റ് 19-ാം തീയതി ഒരു ഓമന പുത്രി പിറന്നു വീണു. അവളുടെ പേരാണ് അന്നക്കുട്ടി. മുട്ടത്തുപാടത്ത് മുട്ടാണ് നീ, ഓമന പുത്രിയ അന്നമോളെ. ആഹ്ലാദ ചിത്തനായി വീട്ടുകാരും സന്തോഷത്തിരകല്ലേ നാട്ടുകാരും. എന്നാൽ ആ സന്തോഷം 7 നാൾ നിലനിന്നില്ല. അന്നക്കുട്ടിക്ക് 3 മാസമായപ്പോൾ അവളുടെ സ്നേഹവീതിയായ അമ്മ ലോകത്തോട് പറഞ്ഞു. ആ കുടുംബത്തിന്റെ ദുഃഖം കണ്ടറിഞ്ഞ് അവളുടെ പേരമ്മ അക്കായി കുഞ്ഞുമായി മുട്ടച്ചിറയിൽ മുരിക്കൻ ഭവനത്തിലേക്ക് യാത്രയാവുകയാണ്. പേരമ്മയുടെ സ്നേഹദാനങ്ങൾ ഏറ്റുവാങ്ങി ഒരു പൂമ്പാറ്റയെ പോലെ അവൾ വളർന്നു. കുടമാളൂരിൽ ജനനം, മുറ്റത്ത് പാടത്ത് ഭവനം, പിഞ്ചിലയമ്മ മരിച്ചതിനായി മുരിക്കൻ പേരമ്മ വളർത്തി. പിഞ്ചിലയമ്മ മരിച്ചതിനായി മുരിക്കൻ പേരമ്മ വളർത്തി. മാസങ്ങൾ കഴിഞ്ഞപ്പോൾ അന്നക്കുട്ടിക്ക് 5 വയസ്സായി. പള്ളിക്കൂടത്തിൽ ചേർന്ന പ്രായം. അന്നക്കുട്ടിയെ അപ്പൻ സേവകി കൊണ്ടുവന്നു പള്ളിക്കൂടത്തിൽ ചേർത്തു. പഠിക്കുന്ന കാലം ആ ചുവന്ന പട്ടുപാവാട അണിഞ്ഞ ലക്ഷ്മിക്കുട്ടി അന്നക്കുട്ടിയുടെ ഒറ്റ സ്വത്തായി. കൂട്ടുകാരൻ വന്നിച്ച് അവൾ ആടിപ്പാടി വരുന്നു. അവൾക്കെന്നും പ്രിയങ്കരി ആയിരുന്ന അവളുടെ വെല്ലുമച്ചി, വാത്സല്യനിരയായ ആ വെല്ലുമച്ചി അവൾക്ക് പാട്ടും പ്രാർത്ഥനകളും പഠിപ്പിച്ചു കൊടുത്തു.
എപ്പോഴും പ്രാർത്ഥിക്കണം. സമയമാകും എപ്പോഴും പ്രാർത്ഥിക്കണം. മറ്റുള്ളവരെ സ്നേഹിക്കണം, ബഹുമാനിക്കണം, ആരോടും ദേഷ്യപ്പെടരുത്, പാവങ്ങളെ നിന്ദിക്കരുത്. വിശുദ്ധ കൊച്ചു ത്രേസ്യയെ പോലെയാകണം. ആരാണ് ഈ കൊച്ചു ത്രേസ്യ? ആ കൊച്ചു മനസ്സിന് കൗതുകമാണ്. അങ്ങനെ കൊച്ചു ത്രേസ്യയെ പോലാകാൻ അവൾ ഒരുപാട് ആഗ്രഹിച്ചു. അവൾ പ്രാർത്ഥിച്ചു, ഈശോയേ സ്നേഹനിധി നാസരിക വന്നരുളിൽ ആശിസ്സുകൾ അഖിലവും നീ ദീക്ഷിടുവാൻ കനിയണമേ. അങ്ങനെയിരിക്കെ ഒരു ദിവസം വിശുദ്ധ കൊച്ചു ത്രേസ്യ അവൾക്ക് പ്രത്യാശപ്പെട്ടു. അവൾക്ക് അവളെ തന്നെ വിശ്വസിക്കുവാനായില്ല. അവൾ ആ പുണ്യവതിയുടെ കണ്ണുകളിലേക്ക് നോക്കി. ആ പുണ്യവതി അവളോട് പറഞ്ഞു, ഈശോയ്ക്ക് അന്നക്കുട്ടിയെ ഒത്തിരി ഇഷ്ടമാണ്. അന്നക്കുട്ടിയുടെ കന്യാസ്ത്രീയാകണം. ഈശോയ്ക്ക് വേണ്ടിയും ലോകത്തിന് വേണ്ടിയും ജീവിക്കണം. അവൻ ആ സന്തോഷ വാർത്ത അറിയിക്കണം. വെള്ളിമച്ചിയുടെ അടുത്തേക്ക് ഓടിപ്പോയി. ഇത് കേട്ട വെള്ളിമച്ചി അവളുടെ ഇരുകൈയിൽ തന്നോടിക്കൊണ്ട് പറഞ്ഞു, എന്റെ കുഞ്ഞെ, ഈശോയോട് ഒത്തിരി പ്രാർത്ഥിക്കണം. സമയമാകുമ്പോൾ തമ്പുരാൻ എല്ലാം നടത്തി തരും. കാര്യങ്ങൾ കഴിഞ്ഞപ്പോൾ ഞാൻ ഇനി നിന്നെ ഒരു രാജകുമാരന്റെ കൊണ്ട് കല്യാണം കഴിപ്പിക്കും. അതിനായി പേരമ്മ അവളെ കൂട്ടി മുട്ടച്ചിലേക്ക് യാത്രയായി. അവിടെ അന്നക്കുട്ടിക്ക് വിവാഹ ആലോചനകൾ തകൃതിയായി നടക്കുകയാണ്. പട്ടും പണവും ഒരുക്കി വെച്ചു, പൊന്നും പണിയും കൊടുത്തയച്ചു, വീടും കുടുംബവും നോക്കി വെച്ചു, മേലാളന്മാരെ തെരഞ്ഞയച്ചു. പക്ഷേ ഇതുകൊണ്ടൊന്നും അന്നക്കുട്ടിയുടെ മനസ്സ് മാറിയില്ല. അവൾ പേരമ്മയോടും ചെയ്യുന്ന അപേക്ഷിച്ചു, എന്റെ വിവാഹം വേണ്ട. എന്നാൽ പേരമ്മ തന്റെ തീരുമാനത്തിൽ നിന്ന് പിന്മാറിയില്ല. ഞാൻ നിന്നെ പാലൂട്ടി വളർത്തിയതല്ലേ, എങ്കിൽ എന്റെ തീരുമാനം ഞാൻ നടപ്പിലാക്കും. ഒരു നെറ്റലോടെയാണ് എന്നെ കുട്ടിയാതെ വീട്ടുകാരൻ. ഇനി എന്ത് ചെയ്യണമെന്ന് അറിയാതെ അവൻ വിഷമിച്ചു. തന്റെ സൗന്ദര്യം നഷ്ടപ്പെട്ടാലെങ്കിലും തന്റെ വിവാഹം മാറുമെന്ന് അവൾ ആലോചിച്ചു. അവളൊന്നും ആലോചിച്ചില്ല. തന്റെ കാൽപാദം പകുതിക്കെത്തിയെറിയ ചാരത്തിലേക്ക് ആലോചിച്ചു. കുറച്ച് വേദന സഹിച്ചാലും എന്റെ യേശുവിനൊത്ത് ജീവിക്കാൻ എനിക്ക് സാധിക്കണം. ഇതിലും എത്രയോ വലിയ വേദനയാണ് യേശുനാഥൻ എനിക്ക് വേണ്ടി കാൽവേദയിൽ അനുഭവിച്ചത്. ആ വേദനയിൽ അവൾ പാടി, എഴുതിയിട്ട വിരൽ കാണും ഹൃദയം, എന്നെ തീരാത്ത വിരൽ കാണും ഹൃദയം, ഏതു നേരവും കാത്തിരിപ്പൂ, യേശുവേ നിൻ വരവേൽപ്പിനായി, യേശുവേ നിൻ വരവേൽപ്പിനായി. ഒടുവിൽ അന്നക്കുട്ടിയുടെ ആഗ്രഹം സഫലമായി. അവർ പ്രാരംഭത്തിലേക്ക് യാത്രയായി. അങ്ങനെ 1930 മെയ് മാസം 19 തീയതി അന്നക്കുട്ടിയുടെ ചിരകാല അഭിലാഷം പൂർത്തിയായ ദിവസം. ഒരു നവവധുവിനെ പോലെ അണിഞ്ഞൊരുങ്ങി സഭാവസ്ത്രം സ്വീകരിച്ചു. അങ്ങനെ അന്നക്കുട്ടി സിസ്റ്റർ അൽഫോൻസായി. അപ്പോൾ ഗായക സംഘം ഏറ്റുപാടി. അവരോടൊപ്പം നമുക്ക് പാടാം. കണ്ടീഷാ ആരാഹാ, കണ്ടീഷാ ഐസാനാ, കണ്ടീഷാ രാമായോസാ, യശരാഹം ആമീൻ. സഭാവസ്ത്രം സ്വീകരിച്ചിട്ട് 3-ാം ദിവസം സിസ്റ്റർ അൽഫോൻസ വാഗക്കാല സ്കൂളിൽ താൽക്കാലിക അധ്യാപികയായി. വളരെ സ്നേഹത്തോടും ക്ഷമയോടും കൂടെ ഒരു പെരുമാറ്റം സിസ്റ്റർ അൽഫോൻസ ഈ കുട്ടികൾക്ക് പ്രിയങ്കാരിയായി. ഒരിക്കൽ ക്ലാസ്സിൽ മുമ്പിലിരുന്ന ഒരു കുസൃതിക്കുട്ടൻ അൽഫോൻസമ്മയോട് പറഞ്ഞു, ടീച്ചർ വളരെ സുന്ദരിയാണ്. ഇത് കേട്ട് അൽഫോൻസമ്മ
നോക്കുന്നത് ബാഹ്യ സൗന്ദര്യത്തിലാണ്, എന്നാൽ ദൈവം നോക്കുന്നത് ഹൃദയ സൗന്ദര്യമാണ്. അൽഫോൻസാമ്മ തന്റെ ഇഷ്ടപ്പെട്ട പാട്ട് കുഞ്ഞുങ്ങളെ പഠിപ്പിക്കുവാൻ മറന്നില്ല. ഈശോയോടുള്ള സ്നേഹം കൊണ്ട് ഹൃദയം ഉരുകി അവൾ പാടി. യാത്രയും പഠനവും സിസ്റ്റർ അൽഫോൻസായ ശീലം. രക്തസ്രാവവും അതികഠിനമായ ശീലം അൽഫോൻസായ ഓപ്പറേഷന് വിധേയമാക്കി. ക്ഷീണവും അതികഠിനമായ വേദനയുള്ളപ്പോഴും അൽഫോൻസ ഇങ്ങനെ പറഞ്ഞു: കുരിശിലിരുന്ന ഈശോയ്ക്ക് കയ്യും കാലും മെയ്യും ഒന്നും അനക്കാൻ പോലും കഴിഞ്ഞിരുന്നില്ല. ഒരു കിടക്കയോ തലയിലോ ഉണ്ടായിരുന്നില്ല. എന്നാൽ എന്നെ പരിപാലിക്കുവാൻ ഒരുപാട് പേരുണ്ട്. യേശുനാഥൻ സംഭവിച്ച വേദനകൾ ഓർക്കുമ്പോൾ എന്റെ വേദന എത്ര നിസ്സാരമാവുന്നു. ദിവസങ്ങൾ കടന്നുപോയി. 1946 ജൂലൈ 28-ാം തീയതി അൽഫോൻസാമ്മ ഈ ലോകത്തോട് വിട പറഞ്ഞു. പ്രിയമുള്ളവരെ, നമുക്ക് ആ ദേവാലയത്തിലേക്ക് തിരിച്ചു പോകാം. ആ ദിവ്യാത്മാവിന് ആദരാഞ്ജലികൾ അർപ്പിക്കാം. അതാ ശ്രദ്ധിക്കൂ, ബഹുമാനപ്പെട്ട റോമാനൂസ് അച്ഛനും വടക്കേൽ അച്ഛനുമല്ലേ ആ വരുന്നത്. റോമാനൂസ് അച്ഛൻ ചരമപ്രസംഗം പറഞ്ഞു. അങ്ങനെ അൽഫോൻസാമ്മയുടെ ആദ്യ ഗുരുവായിരുന്ന റോമാനൂസ് അച്ഛന്റെ പ്രസംഗം അക്ഷരാർത്ഥത്തിൽ സംഭവിച്ചു. 2008 ഒക്ടോബർ മാസം 12-ാം തീയതി ബെനഡിക്ട് 16 മാർപ്പാപ്പ അൽഫോൻസാമ്മയെ വിശുദ്ധ പദവിയിലേക്ക് ഉയർത്തി. ഭാരതത്തിലെ പ്രഥമ വിശുദ്ധ അങ്ങനെ വലിയ നക്ഷത്രമായ പ്രശോഭിക്കും. ഭാരതത്തിന്റെ മാത്രമല്ല, ലോകത്തിന്റെ മുഴുവനും വലിയ നക്ഷത്രമാണ് വിശുദ്ധ അൽഫോൻസ. ലോക ജനതയോടൊപ്പം നമുക്ക് അൽഫോൻസാമ്മയോട് പ്രാർത്ഥിക്കാം. കുടമാലൂരിൽ കലർത്ത വല്ലരിയേ, മുത്തുച്ചിരിയിൽ വളർന്ന പൂമൊട്ടേ, ആരവണത്തിൽ വിരഞ്ഞ മരമലരേ, പൂമുഖമായി നിറഞ്ഞ സുഗന്ധം. കുടമാലൂരിൽ കലർത്ത വല്ലരിയേ, മുത്തുച്ചിരിയിൽ വളർന്ന പൂമൊട്ടേ, താരമണത്തിൽ വിരഞ്ഞ മരമലരേ, പൂമുഖമായി നിറഞ്ഞ സുഗന്ധം. വിശുദ്ധനായ അൽഫോൻസേ, പ്രാർത്ഥിച്ചിടണമേ. ഭാരതമണ്ണിൻ യാതനകൾ നിറവേറ്റണമേ. വിശുദ്ധനായ അൽഫോൻസേ, പ്രാർത്ഥിച്ചിടണമേ. ഭാരതമണ്ണിൻ യാതനകൾ നിറവേറ്റണമേ. നമ്മുടെ മനസ്സിൽ അൽഫോൻസാമ്മ ഇന്നും ജീവിക്കുന്നു. തിരുനാളിന്റെ ആശംസകൾ എല്ലാവർക്കും നേർന്നുകൊണ്ട് ഞങ്ങളുടെ കഥ ഇവിടെ അവസാനിക്കുന്നു. നന്ദി, നമസ്കാരം. എല്ലാവരും ഒന്നുകൂടെ ഒന്ന് കൈയടിച്ച് വിടാൻ വേണ്ടി ഒരുപാട് ദിവസത്തെ കഷ്ടപ്പാടുകളും പഠനങ്ങളും ഒക്കെയാണ് ഇന്നിവരെ ഇത്രയും നന്നായിട്ട് ഞാൻ എന്നെക്കൊണ്ട് നന്നായിട്ട് മലയാളം അവർ പറയുന്നത്. കേട്ടോ, കൺഗ്രാറ്റുലേഷൻസ്. അവരെല്ലാം ഇംഗ്ലീഷിൽ എഴുതിക്കൊണ്ട് വന്ന് കൃത്യം നമ്മൾ മലയാളം പറയുന്നത് തന്നെ അവർ പറഞ്ഞു. കേട്ടോ, നന്നായിട്ടുണ്ട്. താങ്ക് യു. നമ്മുടെ ഇന്നത്തെ ഈ പ്രോഗ്രാം പോലെ ഭംഗിയാക്കിയത് ഇതിനെ അറേഞ്ച് ചെയ്ത് എല്ലാവർക്കും പ്രത്യേകമായി നന്ദി പറയുന്നു. മേജോച്ചനെ കൂടെ ഇങ്ങോട്ട് വിളിക്കുന്നു.